പിണറായി സർക്കാർ ഒരു പുതിയ പ്രചാരണ അടവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു പബ്ലിക് കണക്ട് സമ്പ്രദായം ഒരു വലിയ സാങ്കേതിക കണ്ടുപിടുത്തത്തിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2 ദിവസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ 48 മണിക്കൂറിനകം പരിഹരിച്ചു കൊടുക്കാമെന്ന മോഹന സുന്ദര വാഗ്ദാനവുമായി പുതിയ ഒരു അടവുമായി ഇറങ്ങിയിരിക്കുകയാണ് CPM-ഉം CPM-ന്റെ മുഖ്യമന്ത്രി. 48 മണിക്കൂറിനകം പരിഹാരം നൽകാമെന്ന് പറഞ്ഞ് ഈ പറയുന്ന CM വിത്ത് മീ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത രാത്രി 12 മണി മുതൽ വൈകിട്ട് 6:30 വരെ 3056 പരാതികളാണ് ലഭിച്ചത്. ഈ പരാതികളിൽ എത്ര പരാതികൾക്ക് പരിഹാരം കണ്ടെത്തി എന്നുള്ളത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇവിടെ പലപ്പോഴും ടെലിഫോണിലൂടെ പരാതികൾ നൽകാനായി ജനം വിളിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ് എന്ന മറുപടിയാണ് പരാതിക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടപ്പാക്കുന്ന പബ്ലിക് റിലേഷൻസ് വകുപ്പ് ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ഒരേ സമയം 20 ഫോൺ കോളുകൾ, പരാതി കിട്ടുന്ന ഫോൺ കോളുകൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. 20 കോളുകൾ കൈകാര്യം ചെയ്യുകയും 50 കോളുകൾ വെയിറ്റ് ലിസ്റ്റിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് ഈ സാങ്കേതിക വിദ്യ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് 10 കോളുകൾ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാതെ സബ്സ്ക്രൈബർ പരിധിക്ക്, നിങ്ങൾ അന്വേഷിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ് എന്ന മറുപടി സാധാരണ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തൊരു വലിയ തട്ടിപ്പാണ്. കുറെ കാലമായി ഈ തട്ടിപ്പ് 2ാം പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2ാം പിണറായി സർക്കാരിന്റെ വലിയ ചില മഹാമേളകളായിരുന്നല്ലോ ജനസദസ്, പൊതുജന സമ്പർക്ക പരിപാടി. കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നുണ്ട്. 2.25 കോടി രൂപ ചെലവഴിച്ച് ഒരു പുതിയ ബസ് വാങ്ങി അതിന് രൂപമാറ്റം വരുത്തി. അതിനകത്ത് മുഖ്യമന്ത്രിക്ക് കിടക്കമുറിയും ശുചിമുറിയും കുളിമുറിയും ഒക്കെ സംവിധാനം ഒരുക്കി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ച് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ചതായിട്ടുള്ള ഒരു നാടകം. ആയിരക്കണക്കിന് 10,000-കണക്കിന് പരാതികളാണ് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ശ്രീ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മറ്റ് മന്ത്രിമാരും സ്വീകരിച്ചത്. എവിടെ പോയി ആ പരാതികൾ? ആ പരാതികളിൽ എത്ര ശതമാനം പരിഹാരം കണ്ടെത്തി എന്ന് വെളിപ്പെടുത്താൻ പൊതുസമൂഹം CPM-നെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിക്കുകയാണ്. ആ നാടകം നടത്തി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ പുതിയ ഒരു നാടകവുമായി, ഒരു പരിഹാസ്യ നാടകവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതാണ് CM വിത്ത് മീ മുഖ്യമന്ത്രി എന്നോടൊപ്പം, അല്ലെങ്കിൽ എന്നോടൊപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സമ്പ്രദായം. ഇത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുന്ന വില കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. അധികാരം ഒഴിയാൻ 6 മാസങ്ങൾ ശേഷിച്ചിരിക്കെ പൊതു ഖജനാവിൽ നിന്ന് വീണ്ടും കോടികൾ മുടക്കി ഇതുപോലെയുള്ള ചില തട്ടിപ്പുകൾ നടത്തുന്നത് അധാർമികമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പരിഹാരം കാണാൻ വേണ്ടി പരാതികൾ വാങ്ങിയിട്ട് കുപ്പത്തൊട്ടിയിലേക്ക് പരാതികൾ വലിച്ചെറിയുന്ന അത്യന്തം ഹീനമായ, അധാർമികമായ ഒരു കൃത്യമാണ് ഈ സർക്കാർ മുൻപ് ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ കണ്ടതാണ് ഈ പരാതികളൊക്കെ
ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് തരം മാറ്റി കൊടുക്കുന്ന ആ പ്രക്രിയ പോലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പരാതി പരിഹരിക്കപ്പെടേണ്ട സ്ഥലത്ത് അപേക്ഷ മാറി അത് വിദ്യാഭ്യാസ വകുപ്പിലേക്കും മറ്റു വകുപ്പുകളിലേക്കുമൊക്കെ വലിച്ചെറിഞ്ഞു കൊടുത്ത കഥകളും അപഹാസ്യമായതും നാം കേട്ടറിഞ്ഞതാണ്. ഉദ്യോഗസ്ഥന്മാർ യാതൊരു താല്പര്യവുമില്ലാതെ ഇതിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്താതെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും കബളിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഈ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ വീണ്ടും CM with me എന്ന പേരിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഇത് എത്ര നാളുകൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഈ 10,000-കണക്കിന് പരാതികൾ, നിസ്സഹായരായ രോഗികളുണ്ട്, സാമ്പത്തിക സഹായം വീട് വയ്ക്കുന്നതിന് വേണ്ടി ലഭിക്കാൻ അർഹതപ്പെട്ട ആളുകളുണ്ട്, ലഭിക്കാത്തത് സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിരിക്കുന്നത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സംബന്ധിച്ചുമാണ്. നമുക്കറിയാം ലൈഫ് മിഷന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ. പാവപ്പെട്ട ആളുകൾക്ക് ഭവനം വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ തകർന്നു പരാജയപ്പെട്ടു. രോഗികൾക്ക് സഹായം നൽകുന്ന ഈ പറയുന്ന എല്ലാ പദ്ധതികളും പരാജയപ്പെട്ടിരിക്കുന്നു. കാരുണ്യ പദ്ധതി പരാജയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, വലിയ ഉരുൾപൊട്ടലിന് വിധേയമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പരിപാടികളെല്ലാം സാമ്പത്തിക ഞെരുക്കത്താൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇനിയും പരാതികൾ തേടി നടക്കുന്നത്. എന്തൊരു അപഹാസ്യമായ ഒരു നാടകമാണിത്. ഇത്ര വില കുറഞ്ഞ രീതിയിലാണോ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളുമായി ഇറങ്ങേണ്ടത്? ഇതിന്റെ ചെലവ് ആര് വഹിക്കുന്നു? ലക്ഷങ്ങളല്ലേ ഇതിനു വേണ്ടി മുടക്കുന്നത്? PR വർക്കിലൂടെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ഈ പറയുന്ന PRD വകുപ്പിനെ അല്ലെങ്കിൽ ഈ പൊതു വകുപ്പ് യഥായോഗ്യം വേണ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അനുവാദം കൊടുക്കാതെ ചെപ്പടി വിദ്യകൾ കാട്ടി എങ്ങനെയും ഭരണം തുടരാൻ, തദ്ദേശ സ്വയംഭരണം പിടിച്ചെടുക്കാൻ നടത്തുന്ന വില കുറഞ്ഞ തന്ത്രം ഒട്ടും താമസിയാതെ അവസാനിപ്പിക്കണം. നൽകിയ പരാതികൾക്ക് പരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കണം. ഓരോ ഫയലിലും ഓരോ മനുഷ്യനാണ് എന്ന് വാദവരണി മാത്രം പറയാതെ, വായ്ത്താരി പറഞ്ഞു നടക്കാതെ മുഖ്യമന്ത്രി ഈ പറയുന്ന ഈ തട്ടിക്കൂട്ട് പരിപാടികൾ അവസാനിപ്പിച്ച് കർമ്മരംഗത്ത് ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ അധികാരപ്പെടുത്തി അവരുടെ ചുമതല നിറവേറ്റിക്കണം. അത് ചെയ്യാതെ പാവപ്പെട്ടവനെ പോലീസിന്റെ നിഷ്ഠൂരമായിട്ടുള്ള പീഡനത്തിനും അതുപോലെയുള്ള മറ്റേ വീഴ്ചയ്ക്കും വഴിവിട്ടു പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ അനുവദിക്കാതെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നിലവിലിരിക്കുന്ന സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ, വീടില്ലാത്തവരെ സഹായിക്കാൻ, ദേശീയ പ്രാദേശിക ദുരന്തങ്ങളിൽപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങളെപ്പെട്ടവരെ സഹായിക്കാൻ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇതുപോലെയുള്ള പൊടിയിടൽ തന്ത്രം അവസാനിപ്പിച്ച് സർക്കാരിൽ അവശേഷിച്ചിരിക്കുന്ന ചില്ലിക്കാശ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനുള്ള ധാർമ്മിക ബോധം, രാഷ്ട്രീയ സദാചാര ബോധം കാട്ടുകയാണ് മുഖ്യമന്ത്രിയും പരിവാരവും ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും.